സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, 2025 ജനുവരി 5-ാം തീയതി സീറോ മലബാർ സഭയിൽ മുഴുവനും വായിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. ഈ സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കി ഞാൻ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. 1, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്. 2, ബന്ധിതർക്ക് മോചനവും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ, അന്തർക്ക് കാഴ്ചയും നൽകാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വചനം. 3, സിനഗോഗിൽ ജനം യേശുവിനെ ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു. 4, കൃപാവചസ്സുകൾ. ഈ വചന ശുശ്രൂഷയിൽ 5 ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ അവതരിപ്പിക്കുക. 1-ാമത്തെ ഭാഗം ഇതാണ്: കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 61-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനമാണിത്. 1ഉം 2ഉം വചനങ്ങളാണ് ഉദ്ധരിക്കുന്നത്. കർത്താവിൻ്റെ അരൂപി, യഹോവയുടെ അരൂപി എൻ്റെ മേലുണ്ട്. പഴയ നിയമത്തിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരുന്നത്? വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, പഴയ നിയമത്തില് വ്യക്തികളില് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ആത്മാവ് കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചിരുന്നു. ജലത്തിനു മുകളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിരുന്നു. ആദത്തെ സൃഷ്ടിച്ച ശേഷം അവന്റെ രാസങ്ങളിലേക്ക് അവന്റെ മൂക്കിലൂടെ ജീവശ്വാസം നൽകി എന്നാണ് കാണുക. പിന്നീട് വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഓസ്ലേല്, ബാസലേല് തുടങ്ങിയ ധാരാളം ആളുകളെ പഴയ നിയമത്തിൽ വ്യക്തികളെ പ്രത്യേകമായ ഒരു ചൈതന്യം കൊടുത്തുകൊണ്ട് പ്രത്യേക കാര്യത്തിനായി നിയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്തു, ഇസ്രായേൽ ജനതയെ നയിക്കുന്നതിന്, ദൈവത്തിന്റെ അരൂപിയോടുകൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ആ പഴയ നിയമത്തിൽ വ്യക്തികളിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം പൂർണ്ണമായിട്ട് വരുന്നത് യേശുവിന്റെ ജനനത്തോടു കൂടിയാണ്. ഡിസംബർ 25-ാം തീയതി വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മറിയത്തിൽ എങ്ങനെയാണ് യേശു ജനിച്ചത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നു. മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും. ജനിക്കാൻ പോകുന്നവൻ
മിശിഹ എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുകയാണ്. ആ വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നമുക്കറിയാം, യോർദാൻ നദിയിൽ വെച്ച് സ്നാപകയോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയുകയാണ്. പുതിയ നിയമത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് ലൂക്കാസ് സുവിശേഷകനാണ്. ലൂക്കാസ് സുവിശേഷകന്റെ ഒന്നാമത്തെ പുസ്തകമാണ് ലൂക്കാസ് സുവിശേഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വോളിയമാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ. ഈ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റലില് നമുക്കറിയാം 41 പ്രാവശ്യം ദ ഹോളി സ്പിരിറ്റ് ആത്മാവിനെ കുറിച്ചാണ് പറയുക. അതുകൊണ്ടാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റലിനെ പറയുക പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്ന്. ഇവിടെ പറയുകയാണ്, ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന മാഗ്ന കാർട്ടയാണ്. യേശു ഈ വചനം പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹ യേശു യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 വചനങ്ങൾ ഉച്ചരിക്കുകയാണ്. കർത്താവിന്റെ അരൂപി എന്റെ മേലുണ്ട്, കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് യേശു നടത്തുന്നത് ഒരു സിനഗോഗിൽ വെച്ചാണ്. ഈ സിനഗോഗ് നമുക്കറിയാം കഫർനാമിലാണ്. യേശുവിന്റെ സ്വന്തം നഗരം എന്ന് വിളിക്കപ്പെടുന്നത് കഫർനാമാണ്. ഈ കഫർനാമിലുള്ള 2 നിലയുള്ള ഒരു സിനഗോഗ് ഉണ്ട്. ഇന്നും ആ കല്ലുകളിൽ തീർത്ത ആ സിനഗോഗ് കുറെയൊക്കെ പുനരുദ്ധരിച്ച് ആ കല്ലുകളൊക്കെ അടുക്കി വെച്ച് അവിടെയുണ്ട്. അത് കാണുവാനും പ്രാർത്ഥിക്കുവാനും ആ മണ്ണിനെ തൊടുവാനും വന്ദിക്കാനും ഒക്കെ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെയാണ് യേശു അവസാനമായി തരുന്നത്. നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കുന്നവരെ ഇവിടെ ഇരിക്കുവിൻ. ഈ ആത്മാവിനെ പൂർണ്ണമായി നൽകുന്നത് പന്തക്കോസ്താ ദിനത്തിലാണ്. പന്തക്കോസ്താ ദിനത്തില് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ മറിയത്തിന്റെ മേലും സ്ത്രീഹന്മാരുടെ മേലും ആത്മാവ് ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. ആ ആത്മാവിനെ സ്വീകരിക്കുകയാണ്, ആത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അത് ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എല്ലാവരുടെ മേലും ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളില് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എല്ലാവരും ജഡത്തിലേക്ക്, എല്ലാവരും ബാശാർ എന്നാണ് പറയുക, ജഡത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, മാംസത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, ദൗർബല്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു, ബലഹീനതയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു. ഈ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നത് കൂദാശകളിലൂടെയാണ്. 7 കൂദാശകൾ നമുക്കുണ്ട്. ഈ കൂദാശകളുടെ കാണപ്പെടാത്ത പരിശുദ്ധാത്മാവ് കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിലെ പ്രത്യേകിച്ച് ഡിസംബർ 27, 28 ദിവസങ്ങളെല്ലാം ധാരാളം പട്ടങ്ങൾ നടക്കുകയായിരുന്നു. ഞാൻ തൃശ്ശൂരിലുള്ള ഒരു പട്ടത്തിന് പോയിരുന്നു. എൻ്റെ അനിയൻ ബിഷപ്പ് ബെന്നിയാണ് പട്ടം കൊടുത്തത്. ജോയ്സൺ എടക്കളത്തൂറിനാണ് കൊടുത്തത്. പിതാവ് എത്രയോ ഭക്തിയോടെയാണ് ആ ജോയ്സൺ ബ്രദറിന്റെ തലയിൽ കൈവച്ച് രോഗികളെ ശുശ്രൂഷിക്കുവാനും കൃപാദാനങ്ങൾ നൽകുവാനും അതുപോലെ കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും മാമോദീസ തൊട്ടിയ ആശീർവദിക്കുവാനുമുള്ള എല്ലാ കൃപകളും ദാനങ്ങളും നൽകുകയാണ്. ഒരു നീണ്ട കാത്തിരിപ്പിന്റെ അവസാനമാണത് നടക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ പട്ടം, അദ്ദേഹത്തിന് കുറെ പ്രായം വന്നപ്പോഴാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ 82 വയസ്സുള്ള അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ അമ്മ പള്ളിയുടെ ഫ്രണ്ടില് വീൽ ചെയറിൽ വന്നിരിക്കുന്ന ഒരു അനുഭവം ആർക്കും മറക്കാൻ കഴിയില്ല. സ്വന്തം മകൻ 26 വർഷം കഴിഞ്ഞ ശേഷം ആ പള്ളിയിലെ മൗണ്ട് കാർമൽ ചേർച്ചില് 400 AD 400-ൽ തുടങ്ങിയ പുതുക്കി പണിത ഒരു പള്ളിയാണത്. പുതുക്കി പണിതതിന് ശേഷം ആദ്യം നടക്കുന്ന പട്ടമാണ് ജോയ്സിൻ്റെത്. അവരെ ധ്യാനിപ്പിക്കാനും കുർബാനയ്ക്ക് ഒരുക്കാനും എനിക്ക് സാധിച്ചതിൽ നന്ദിയുണ്ട്, തമ്പുരാനോട് അഭിമാനവുമുണ്ട്. ഇന്ന് അരൂപി കടന്നു വരുന്നത് ജലത്തിലൂടെയാണ്, പ്രാവിന്യയിലൂടെയാണ്, മുദ്രയിലൂടെയാണ്, അഗ്നിയിലൂടെയാണ്,
കാറ്റിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിവിധ രീതികളിൽ അവതരിപ്പിക്കുകയാണ്. ഈ ആത്മാവിനെയാണ് ഇന്ന് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന ദിവസത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എന്റെ വചന പ്രഘോഷണത്തിന്റെ ആദ്യ ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആത്മാവാൽ നിറയട്ടെ. രണ്ടാമത്തെ എന്റെ വചന ശുശ്രൂഷയിൽ വരുന്നത് ബന്ധിതർക്ക് മോചനം എന്നുള്ളതാണ്. ഇതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ 3 വചനങ്ങളും ഇടുന്നതായിരിക്കും. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവവചനം വളർത്താൻ നമ്മെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് പല രീതികളിൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്ന വലിയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തലോട്ടപ്പനും തലോട്ടമ്മയൊക്കെ പകർന്നു തന്ന ആ വിശ്വാസം, AD 52 തോമാസ് ലീഹ പകർന്നു തന്ന ആ വിശ്വാസം കളയാതെ സൂക്ഷിക്കാനും പകർന്നു കൊടുക്കാനും എന്റെ എളിയ പരിശ്രമങ്ങൾ നടത്തുന്നതിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ പ്രാർത്ഥനയോടെ ഞായറാഴ്ചത്തെ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഉടനെ വരും. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങ് സിനഗോഗിൽ നിന്നാണല്ലോ വചനം പങ്കുവയ്ക്കുന്നത്. സിനഗോഗ് പഴയ നിയമത്തിന്റെ അടയാളമാണല്ലോ, പുതിയ നിയമമാണല്ലോ. യേശുവേ, അങ്ങ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.